സഖാക്കൾ ഉറങ്ങി, സുധാകരൻ സിംഹമായി. മഞ്ചേരി MLA M റഹ്മത്തുള്ള നിയമസഭയിൽ കമ്മ്യൂണിസത്തിന് എതിരായി കത്തിക്കയറിയ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറയുന്നത്, ലോകത്ത് ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ഇല്ല. മാത്രമല്ല, താത്വികമായ വിശകലനം, മുതലാളിത്തത്തെക്കുറിച്ചുള്ള വിശകലനം, സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള വിശകലനം, ഫിനാൻസ് ക്യാപിറ്റലിനെ കുറിച്ചുള്ള വിശകലനം, ഇങ്ങനെയൊക്കെയുള്ള നാട്ടുകാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരിടത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യം നിലവിലില്ല എന്നാണ് റഹ്മത്തുള്ള പറഞ്ഞ് അങ്ങനെ കത്തിക്കേറിയത്. ഇത് കേട്ട് CPM CPI സഖാക്കൾ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കേണ്ടത്. അവരാരും തന്നെ റഹ്മത്തുള്ള ഇങ്ങനെ ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എന്താണ് ചെയ്തത്? ഉറങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റഹ്മത്തുള്ള അങ്ങനെ കമ്മ്യൂണിസത്തിന് എതിരായി കത്തിക്കാറിയപ്പോൾ CPM CPI നേതാക്കൾ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാതെ ഉറക്കം തൂങ്ങിയിരുന്നപ്പോൾ അതാ വരുന്നു സാക്ഷാൽ സിംഹമായി പഴയ സഖാവ് G സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പഴയ വിപ്ലവകാരി ഉയർന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന പഴയ വിപ്ലവ സിംഹം ഉണർന്നു, സടകുടഞ്ഞ് എഴുന്നേറ്റു. ഉടൻ തന്നെ സുധാകരൻ എഴുന്നേറ്റ് നിന്ന് റഹ്മത്തുള്ളയെ തിരുത്തി. അങ്ങ് പറയുന്നത് തെറ്റാണ്. കാരണം ചൈനയടക്കമുള്ള 5 രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങയോട് ആരാണ് പറഞ്ഞത് കമ്മ്യൂണിസം ലോകത്ത് ഇല്ല എന്ന്? അങ്ങനെ വിപ്ലവ സിംഹമായി മാറി G സുധാകരൻ നിയമസഭയിൽ. അതേസമയം CPI CPM സഖാക്കൾ കേട്ടതായി പോലും നടിച്ചില്ല. അവിടെയാണ് G സുധാകരൻ എന്ന് പറയുന്ന പഴയ സഖാവ് ഉയർത്തെഴുന്നേറ്റ് റഹ്മത്തുള്ളയെ തിരുത്തിയത്. അങ്ങനെ അങ്ങ് പോകല്ലേ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നുണ്ട്. 5 രാജ്യങ്ങളിൽ കൃത്യമായി തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ചൈനയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ചൈന അടക്കമുള്ള രാജ്യങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നത് എന്ന് G സുധാകരൻ പറഞ്ഞതോടുകൂടി റഹ്മത്തുള്ള അടുത്ത തിരുത്തു വന്നു. അദ്ദേഹത്തിന് ഓർക്കാപ്പുറത്തുള്ളൊരു അടിയായിരുന്നു G സുധാകരന്റെ വകയായി ലഭിച്ചത്. ഉടൻ തന്നെ റഹ്മത്തുള്ള തിരുത്തി, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, മറിച്ച് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. ആദ്യം പറഞ്ഞ എന്താണ്? ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നില്ല. അവിടെയാണ് G സുധാകരന്റെ തിരുത്തു വന്നതോടുകൂടി തന്നെ റഹ്മത്തുള്ള സ്വയം തിരുത്തി, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നായി റഹ്മത്തുള്ള. എന്തു തന്നെയായാലും അങ്ങനെ ഒരു തിരുത്തൽ വളരെ പെട്ടെന്ന് ഓർക്കാപ്പുറത്തുള്ള G സുധാകരന്റെ ഭാഗത്ത് നിന്നുള്ള ഓർക്കാപ്പുറത്തെ ആ ഒരു അറ്റാക്കിൽ റഹ്മത്തുള്ള തൻ്റെ പഴയ നിലപാട് തിരുത്തിക്കൊണ്ട്, സെക്കൻഡുകൾക്കകം തിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു വിവാദത്തിലേക്ക് പോകുന്നില്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മത്തുള്ള അങ്ങനെ അങ്ങ് ഉഴപ്പി വിട്ടു ആ പ്രസംഗത്തെ. അദ്ദേഹം ചുരുക്കത്തിൽ റഹ്മത്തുള്ളയ്ക്ക് സംഭവിച്ചതാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ്. സുധാകരൻ ഇടപെട്ടതോടുകൂടി റഹ്മത്തുള്ള നിലപാട് തിരുത്തി പറഞ്ഞു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പക്ഷേ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ CPIM CPM ഉറങ്ങിയപ്പോൾ അവിടെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് G സുധാകരൻ റഹ്മത്തുള്ളയെ തിരുത്തുകയാണ് ചെയ്തത്. G സുധാകരന്റെ ഈ ഒരു നിലപാടിനോട് അനുകൂലിച്ചുകൊണ്ടാണ് റഹ്മത്തുള്ള തൻ്റെ നിലപാട് തിരുത്തിയത്. അതെ, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് റഹ്മത്തുള്ള സമ്മതിച്ചു. ആ ഒരു പ്രസംഗത്തിലേക്ക്, രണ്ടുപേരുടെയും പ്രസംഗത്തിലേക്ക് പോകാം. ഈ ബഡ്ജറ്റ് പരാമർശിക്കാത്തൊരു ഭാഗവുമില്ല സാർ. അപ്പുറത്തിരിക്കുന്നവർക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരേതോ പഴയ കാലത്ത് ജീവിക്കുന്നവരാണ്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ചയിൽ തന്നെ ബഹുമാന്യരായ ചില അംഗങ്ങൾ ഇവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചൊരു കാര്യം, ഇതെല്ലാം മറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവും ഇന്ന് നിലനിൽക്കാത്തത് എന്ന് ഞാൻ വളരെ സങ്കടത്തോടു കൂടി ആലോചിച്ചതാണ്. എന്തെല്ലാം താത്വികമായ വിശകലനങ്ങളാണ് ഇവിടെ നടത്തിയത്. മുതലാളിത്തം കടന്നു വരുന്നതിനെക്കുറിച്ച്, സാമ്രാജ്യത്വം കടന്നു വരുന്നതിനെക്കുറിച്ച്, ഫിനാൻസ് ക്യാപിറ്റലിനെ കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ തന്നെ എത്രയാണ് ഇവിടെ സംസാരിച്ചത്. ഇതെല്ലാം അറിയുന്ന ധാരാളം ആളുകൾ ഉണ്ടായിട്ടും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ്. 5 രാജ്യങ്ങൾ നിലനിൽപ്പുണ്ട്, ചൈന അടക്കം.
അത് തിരുത്തണം, അത്രയേ ഉള്ളൂ. അത് തിരുത്തണം, ഓർഡറിലല്ല. സർ, ഞാൻ എൻ്റെ വ്യക്തിപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങൾ ലോകത്ത് പലതുമുണ്ട് എന്ന് ഞാനും അംഗീകരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.